മരിയസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. മത്തൻ കുമ്പളങ്ങ ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഇതാ മത്തനും കുമ്പളങ്ങയെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി മുറിച്ചെടുക്കണം. ഓലൻ്റെ കണക്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ മുറിച്ചെടുക്കാം. ഞാനിതാ ഈ വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. നേരിയതായിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. മത്തനും കുമ്പളങ്ങയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓലൻ തയ്യാറാക്കിയെടുക്കണം. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിലേക്ക് നമ്മൾ എരിവിനായിട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിനുശേഷം വേവാനാവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പച്ചക്കറിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ എടുക്കുമ്പം 1 ടീസ്പൂണോളം കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർത്ത് അടിച്ചെടുത്താൽ തേങ്ങാപ്പാലിന് കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ അധിക സമയം തിളക്കരുത്. ഒരു തവണ മാത്രം ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ രുചികരമായ കുമ്പളങ്ങ മത്തൻ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ